ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വാതായിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു പോയി. കുറച്ച് ദൂരം ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് വണ്ടിക്കകത്ത് പെട്രോളില്ല. പിന്നെ അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എങ്ങനെയും അതിൻ്റെ കയ്യിലൊന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. നമ്മുടെ വീടിനടുത്ത് തന്നെ അവിടെ വീട്. എന്നിട്ട് ഞാൻ അവിടെ വീടെത്തി. ഇവനാണെങ്കിൽ നേരത്തെ എന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ട് എന്നെ മടുത്തെന്ന് തോന്നും. പിന്നെ അവിടെ വീട്ടിൽ ചെന്ന് എപ്പോഴും നമ്മൾ വയറ് നിറഞ്ഞ് പണ്ടാരടങ്ങിയേ തിരിച്ച് വരത്തുള്ളൂ. പിന്നെ അവിടെ കല്യാണമാണ് ഈ മാസമേ. അപ്പം അവിടെ അമ്മയ്ക്കും വീട്ടുകാർക്കും ഒക്കെ എടുത്ത ഡ്രസ്സൊക്കെ എന്നെ കാണിക്കുമായിരുന്നു. ഇതവിടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ അടുത്ത് ഉടുപ്പാണ്. ഞാൻ ശരിക്കും ഇന്നിവിടെ വന്നത് എന്തിനാണ് ഞാൻ നിങ്ങളെ കാണിച്ച ഇതിന് വേണ്ടിയാണ് കേസ് ഞാനിവിടെ വന്നേ. ഇതിവിടെ പഴുക്കുമ്പോഴേ ഞാനിവളോട് പറഞ്ഞായിരുന്നു എന്നെ വിളിക്കണം, വേറെ ആർക്കും കൊടുക്കരുതെന്ന്. പിന്നെ ഞാനത് വെട്ടാൻ നോക്കിയിട്ടൊന്നും എനിക്ക് പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞാൻ കത്തി അവളുടെ കയ്യിലോട്ട് കൈമാറിയിട്ട് അവളോട് എനിക്ക് വെട്ടിത്തരാമെന്ന്. അവൾക്ക് ശരിക്കും വെട്ടാമെന്ന് അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അവൾ എങ്ങനെയോ വെട്ടിത്തന്നു. പിന്നെ കൊതി കാരണം ഞങ്ങൾ അപ്പം തന്നെ അത് മുറിച്ച് കഴിച്ച് കേസ്. ഞാൻ പറഞ്ഞതിൻ്റെ പകുതി മതി എനിക്കെന്ന് പറഞ്ഞു. പകുതി പിന്നെ അവളും എടുത്ത്. അവരുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളത് അവിടെ വെച്ച് തന്നെ മുറിച്ച് വേഗം കഴിച്ച്. സത്യം പറഞ്ഞാൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേസ്. ഒത്തിരി നാൾ കൂടിയാണ് ഞാൻ ഈ ചക്ക കഴിക്കുന്നത്. അവരുടെ വീട്ടിലാണ് ഒത്തിരി പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. അവരുടെ അച്ഛനാണെങ്കിൽ പട്ടീനെയും പൂച്ചേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു പകുതിയായിട്ട് നേരെ വീട്ടിലോട്ട് പോന്നേ. ചക്ക വേണം അപ്പച്ച. ലവ് യു എന്ന് പറ. ലവ് യു പറ. ലവ് യു. ലവ് യു. ലഡു അല്ല, ലവ് യു. ലവ് യു എന്ന് പറഞ്ഞാൽ ചക്ക തരാം. പറ ലവ് യു. ലൈവ് യു അല്ല, ലവ് യു. ആ ഓക്കെ.